നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ SIT. കൂടാതെ അയ്യപ്പനെ 5000 കോടിക്ക് വിൽക്കാൻ ശ്രമിച്ചോ എന്നൊരു ചോദ്യം കൂടി പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരിയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അവിയല് പരുവത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയവും കേരളത്തിലെ വാർത്തകളും പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതിന് തൊട്ടു മുമ്പ് നടന്ന വിഷയമാണല്ലോ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്നത്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്നത്. എത്ര പെട്ടെന്നായിരുന്നു അന്വേഷണം തുടങ്ങിയത് SIT. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SITയുടെ പ്രത്യേക അന്വേഷണം എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരെയും, എനിക്ക് തോന്നുന്നു, ഈ മുൻ അവിടുത്തെ പോറ്റി എന്ന് അവകാശപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, കൂടാതെ സുധീഷ് കുമാർ, പിന്നെ മുരാരി ബാബു, അതിനുശേഷം എൻ വാസു, അതിനുശേഷം ഈ പറയുന്ന പത്മകുമാർ, പഴയ MLA, ഇങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വളരെ തിടുക്കം കാണിക്കുകയും വളരെ പെട്ടെന്ന് അവർ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടു. അങ്ങനെ പൊതുസമൂഹവും ഭക്തലക്ഷങ്ങളും വിചാരിച്ചത് എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമെന്നാണ്. പക്ഷെ അതിനുശേഷം ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ വിഷയം തന്നെ തണുത്തു പോവുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാവുന്ന ഇവിടെയാണ്. കാരണം 500 കോടിയുടെയോ 5000 കോടിയുടെയോ വലിയ കണക്കുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഇടതുപക്ഷത്തിന്റെ മുഖം വികൃതമായി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ആരെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ആർക്കും പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ പോവുകയാണ്. എന്താണ് കാര്യം? ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവായിട്ട് മാറ്റി, അത്തരത്തിൽ പുരാവസ്തുവായിട്ട് മാറ്റി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ട് എന്നും വിവരം ലഭിച്ചതായിട്ട് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാൻ തയ്യാറാണ് എന്ന് കൂടി രമേശ് ചെന്നിത്തല ഒരു കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ആളാണ് ഇത്തരത്തിൽ വിവരം നൽകിയത് എന്ന് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു. മലയാളിയാണ് ഇയാൾ. മുൻപ് ഇത്തരത്തിൽ നൽകി വിവരങ്ങൾ വിശ്വാസ്യത ഉള്ളതായിരുന്നു എന്നും ആ സാഹചര്യത്തിലാണ് അദ്ദേഹം അറിയിച്ച കാര്യങ്ങൾ ഈ SITക്ക് കൈമാറാൻ തീരുമാനിച്ചത് എന്നും പറയുന്നുണ്ട്. വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ ഏകദേശം 500 കോടി മുതൽ 1000 കോടി വരെ മൂല്യമുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിലൊരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വയം കാര്യങ്ങൾ പറയാൻ, അദ്ദേഹം വിവരങ്ങൾ കൈമാറാൻ ഒക്കെ സന്നദ്ധനായിട്ടാണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് തനിക്ക് ലഭിച്ച വിവരം SITയെ അറിയിക്കാൻ തീരുമാനിച്ചത് എന്ന് ചെന്നിത്തല തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP വെങ്കടേഷിന് അദ്ദേഹം കത്ത് നൽകിയിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായിട്ട് ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതായിരുന്നു അറിവ്. ആ അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നും ആ കത്തിൽ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാണാപ്പുറത്തുള്ള രാജ്യാന്തര മാനങ്ങളെ കുറച്ചുകൂടി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെടുന്നു. നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം എടുക്കാനാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയ നിർദ്ദേശം. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ വെച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുകയായിരുന്നു. പക്ഷെ സത്യത്തിൽ വോട്ടെടുപ്പിന് ശേഷം മൊഴിയെടുത്താൽ മതി എന്നുള്ള സർക്കാരിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ നടപ്പാക്കിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് ചെന്നിത്തലയാണ് SITയെ അറിയിക്കുന്നത്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ബുധനാഴ്ച മൊഴിയെടുപ്പ് നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്നത് മാറ്റുകയായിരുന്നു. സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായിട്ട് വിറ്റു എന്ന് ഒരു വ്യവസായി തന്നോട് പറഞ്ഞു എന്നും രഹസ്യ മൊഴി നൽകാൻ വ്യവസായി തയ്യാറാണ് എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. തദ്ദേശത്തിലെ 2ാം ഘട്ട വോട്ടെടുപ്പിന് തലേ ദിവസം ചെന്നിത്തല മൊഴി നൽകുന്നത് സർക്കാർ വളരെ ഗൗരവത്തിലെടുത്തിരുന്നു. അപ്പോൾ ഈ മൊഴി തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് സർക്കാരിനറിയാം. മൊഴി നൽകിയ ശേഷം ചെന്നിത്തല കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും CPM വിലയിരുത്തിയിരുന്നു. അപ്പോൾ ഇതോടെയാണ് ചില ഉന്നത ഇടപെടലുകൾ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് മൊഴി എടുക്കൽ എന്ന് പറയുന്നത് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ ചെന്നിത്തല നേരിട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് SIT തന്നെ മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുകളിലുള്ളവരെ അറിയിക്കുന്നു. അതിനുശേഷമാണ് മൊഴിയെടുക്കാൻ ചെന്നിത്തലയോട് എത്താൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കൽ ഓഫീസിലേക്ക് ചെന്നിത്തല ഇന്ന് എത്താൻ പോകുന്നത്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്ന് മാറ്റിവെച്ച മൊഴിയെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
500 കോടി രൂപയ്ക്ക് സ്വർണ്ണപ്പാളി വിറ്റവർ 5000 കോടി രൂപയ്ക്ക് അയ്യപ്പനെ വിൽക്കാൻ മുതിരില്ലേ എന്നുള്ളതാണ്. വിൽക്കുമായിരുന്നു. കുറച്ച് സമയവും കാലവും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ അയ്യപ്പനെ മാത്രമല്ല ഈ പറയുന്ന ആ അമ്പലം മുഴുവൻ ഇവർ വിഴുങ്ങിയനെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വർണം പൂശിയ അയ്യപ്പനും സ്വർണം പൂശിയ ഈ ആ അമ്പലവും അടക്കം വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാട്ടുകള്ളന്മാർ എത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പ്രതിരോധിക്കുവാനോ കഴിയാതെ പോയത് CPM-ന്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിരോധിച്ചവർക്ക് മുന്നോട്ട് കിടക്കാമായിരുന്നു. പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ നേതാവിന്റെ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നൽകി മറ്റുള്ള വാർത്തകളെ തമസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കില്ലായിരുന്നു. ഇതെപ്പോഴും CPM ചെയ്യുന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വിവാദം കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പീഡനം കൊണ്ടുവരും. ആ പീഡനത്തിനകത്ത് അകപ്പെട്ടു പോകുന്ന കോൺഗ്രസുകാർ അതോടുകൂടി നാമാവശേഷമാകും. ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നടക്കുന്ന ഈ കാഴ്ചകൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് ഇന്ന് ചെന്നിത്തല എത്തുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അന്വേഷണം നടക്കും. അപ്പോൾ ആ അന്വേഷണത്തിൽ ഈ ആ മൊഴിയെടുക്കലിൽ 500 കോടിയുടെ വളരെ കൃത്യമായ കണക്ക് പറയും. അതിനോടൊപ്പം തന്നെയായിരിക്കും 5000 കോടി രൂപയ്ക്ക് അയ്യപ്പനെ വിൽക്കാനുള്ള തന്ത്രമുണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരിക. കാരണം ഇതൊരു വലിയ മാഫിയയുടെ കയ്യിലാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ വലിയ മാഫിയ കുറച്ച് കാലങ്ങളായിട്ട് ശബരിമലയിലുണ്ട്. അത് താഴെത്തട്ടിലെ ചെറിയ കച്ചവടക്കാർ മുതൽ, അല്ലെങ്കിൽ ആ ചെറിയ തസ്തികയിൽ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെ മുകളറ്റം വരെ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരെ അത്തരത്തിലുള്ള പല ബന്ധങ്ങളുമുണ്ട്. അതിനകത്ത് അഴിമതി നടമാടുന്നുണ്ട്. ആ അഴിമതി എന്ന് പറയപ്പെടുന്ന പണത്തിന്റെ പേരിലാണ്. ആ പണം അടിച്ചു മാറ്റുന്നവരെ വളരെ കൃത്യമായി അയ്യപ്പ കോപത്താൽ തന്നെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പല കേസുകളും വീണ്ടും ബൂമറാങ് പോലെ തിരിഞ്ഞ് CPM-ന് എതിരാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ 5000 കോടിക്ക് അയ്യപ്പ വിഗ്രഹത്തെ വരെ വിൽക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് ഈ സഖാക്കന്മാർ ഇറങ്ങി പുറപ്പെടുമായിരുന്നു. അത് പക്ഷേ നടന്നില്ല എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ കള്ളന്മാരുടെ ഒരു പട്ടിക നിരന്നു. ആ കള്ളന്മാരിൽ പൂർണ്ണമായിട്ടുമുള്ളവരെ എല്ലാം പിടിച്ച് അകത്താക്കി. ഇനി ഇതിനകത്തെ തലതൊട്ടപ്പന്മാരുണ്ട്, അവരെ അകത്താക്കേണ്ടതുണ്ട്. അത് മുൻമന്ത്രിയാണെങ്കിൽ മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, ഇനിയുള്ളത് മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കമാണ്. അത് ഉടൻ ഉണ്ടാകും. കാരണം പത്മകുമാറിന്റെ മൊഴികളടക്കം, വാസുവിന്റെ മൊഴികളടക്കം മന്ത്രിക്കെതിരായിരുന്നു. മുൻമന്ത്രിയായിട്ടുള്ള കടകംപള്ളിക്ക് എതിരായിട്ടുള്ള മൊഴികളായിരുന്നു. ആ മൊഴികൾ SIT അംഗീകരിക്കുകയും ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റിന് ശേഷം വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് നടക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഈ പറയുന്ന SIT-യുടെ മുമ്പിൽ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ അതിന്റെ സത്യാവസ്ഥ, നിജസ്ഥിതി വിശ്വാസികളെ അറിയിക്കുകയും വേണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച